സംസ്ഥാനത്ത് +1 പ്രവേശനത്തിൽ പ്രതിസന്ധിയില്ലെന്ന് തുടക്കം മുതൽ വാദിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് തിരുത്തേണ്ടി വരികയാണ്. ചില ജില്ലകളിൽ പ്രശ്നങ്ങളുണ്ട് എന്നും പരിഹാരത്തിനായി സമിതിയെ നിയോഗിക്കുകയാണ് എന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുക. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം. 3 ജില്ലകളിൽ പ്രശ്നമുണ്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 7500 സീറ്റിന്റെ കുറവ്, കാസർഗോഡ് 250, പാലക്കാട് 757. എന്നാൽ മലപ്പുറം ജില്ലയിൽ മാത്രം 15000-ഓളം വിദ്യാർത്ഥികൾ പ്രവേശനം നേടാനുണ്ട് എന്നതാണ് യഥാർത്ഥ കണക്ക്. പക്ഷേ ഇത് അംഗീകരിക്കാൻ മന്ത്രി തയ്യാറല്ല. ഒരു അലോട്ട്മെന്റ് കിട്ടിയവരെ നിർബന്ധമായിട്ട് വീണ്ടും അവരെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടെന്ന് വേറൊരു കോഴ്സ് ചേർക്കണമെന്ന് ഒരു നിയമവുമില്ല. അങ്ങനെ നമ്മൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുമില്ല. അതിരുന്നോട്ടെ, നിങ്ങളുടെ കണക്ക് നിങ്ങൾക്ക്, എൻ്റെ കണക്ക് എൻ്റെ ഇരുന്നോട്ടെ. മന്ത്രിയുടെ ഉറപ്പുകൾ മുഖവിലക്കെടുത്ത് സമരം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണ് എന്നും 5-ാം തീയതിക്ക് ശേഷവും പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ വീണ്ടും സമരം ചെയ്യുമെന്നുമാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. അധിക ബാച്ചുകൾ എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം. അതും സർക്കാർ മേഖലയിൽ ഈ ബാച്ചുകൾ അനുവദിക്കപ്പെടണമെന്ന് ഞങ്ങൾ സർക്കാരിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് സർക്കാർ പരിഗണിക്കാം എന്നൊരു ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. സീറ്റ് പ്രതിസന്ധിയിൽ സംസ്ഥാനത്ത് ഇന്നും വ്യാപക പ്രതിഷേധമുണ്ടായി. യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. പോലീസുകാർക്ക് നേരെ കല്ലെറിഞ്ഞ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്നലെ നടന്ന KSU മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച KSU സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് ആചരിച്ചു. കോഴിക്കോട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിലും പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.